തോട്ടപ്പണിക്കാരൻ്റെ മകൻ. ഒരു തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾ തൻ്റെ മകനെ അടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. അവൻ എല്ലാ കാര്യങ്ങളിലും സമർത്ഥനായിരുന്നു. എന്നാൽ മറ്റു കുട്ടികൾക്ക് അവരേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നതും സ്പോർട്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നതും ഒന്നും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തോട്ടപ്പണിക്കാരൻ്റെ മകനെന്ന് പറഞ്ഞ് അവർ അവനെ കളിയാക്കുമായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന അവൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഇനിയും ആ സ്കൂളിൽ പോകുന്നില്ല, എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. ആ പിതാവ് 2 പൂച്ചട്ടികൾ എടുത്തുകൊണ്ട് വന്നു. ഒന്ന് മകൻ്റെ കയ്യിൽ കൊടുത്തു. അവനോട് പറഞ്ഞു, നീ അവിടെ ചവറുകൾ കിടക്കുന്നിടത്ത് നിന്ന് കുറേ മണ്ണെടുത്ത് ഈ ചട്ടിയിൽ നിറയ്ക്കുക. പിതാവാകട്ടെ കുറേ നല്ല മണ്ണ് തൻ്റെ ചട്ടിയിൽ നിറച്ചു. നല്ല ചില വിത്തുകൾ ഇരുവരും ആ ചട്ടികളിൽ കുഴിച്ചിട്ടു. എന്നിട്ട് പിതാവ് മകനോട് പറഞ്ഞു, നീ പുഴയിലേക്ക് ഒഴുകുന്ന ആ അഴുക്ക് ചാലിൽ നിന്ന് വെള്ളമെടുത്ത് എല്ലാ ദിവസവും നിൻ്റെ ചട്ടിയിലെ ചെടി നനയ്ക്കണം. പിതാവാകട്ടെ നല്ല വെള്ളം എല്ലാ ദിവസവും ഒഴിച്ചു. 2 ചട്ടിയിലെയും വിത്തുകൾ കിളിർത്തു വളർന്നു. മകൻ്റെ ചട്ടിയിലെ ചെടികൾ വേഗത്തിൽ തഴച്ചു വളരുകയും പുഷ്പിക്കുകയും ചെയ്തു. പിതാവിൻ്റെ ചട്ടിയിലെ ചെടികളാവട്ടെ വേണ്ട വളർച്ചയില്ലാതെ മുരടിച്ചു നിന്നു. അത് കണ്ട് മകൻ ചോദിച്ചു, എന്താണ് അപ്പയുടെ ചെടി വളരാത്തത്? പിതാവ് പറഞ്ഞു, ഇതാണ് അഴുക്കെന്നും ചെളിയെന്നും നാം കരുതുന്ന പല വസ്തുക്കളുടെയും ഗുണവും അനുഗ്രഹവും. നീ എടുത്ത മണ്ണ് ചെളിയുള്ളതാണെങ്കിലും ചെടികൾക്ക് വളരുവാൻ ആവശ്യമായ ധാരാളം വസ്തുക്കൾ അതിലുണ്ട്. ജീവിതവും ഇതുപോലെയാണ്. മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും നമ്മുടെ മനം മടുപ്പിക്കുമെങ്കിലും ജീവിതത്തെ ശക്തിമത്താക്കുവാൻ അതിനുള്ള കഴിവൊന്ന് പ്രത്യേകമാണ്. എല്ലാവരും നമ്മെ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ പ്രതികൂലങ്ങളെ തരണം ചെയ്യുന്നതിന് അവ മിക്കപ്പോഴും നമുക്ക് സഹായകരമാവില്ല. നല്ലതെന്ന് നാം കരുതുന്നതെല്ലാം ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണെന്ന് നിർബന്ധമില്ല. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുക എന്നതല്ല ജീവിതത്തിൻ്റെ മഹത്വം. പിന്നെയോ മൂല്യസമ്പുഷ്ടമായ ഒരു ജീവിതം നയിക്കുന്നതാണ്. നമ്മുടെ ജീവിതം അപ്രകാരം ശ്രേഷ്ഠമാകുന്നതിന് കഷ്ടപ്പാടുകളും നിന്ദയും പരിഹാസവും എതിർപ്പുകളും വിമർശനങ്ങളും സഹായകരമായി ഭവിക്കും. പക്ഷേ ഇമ്മാതിരി പ്രതിസന്ധികളെ നിഷേധാത്മകമായി കാണുവാൻ ശ്രമിക്കാതെ അവയിലെ നന്മ ഉൾക്കൊള്ളുവാൻ തുറന്ന ഒരു മനസ്സുണ്ടാക്കണം. അപ്പോൾ നിന്ദയും പരിഹാസവും എല്ലാം സഹിച്ച യേശുക്രിസ്തുവിൻ്റെ ജീവിതം പോലെ നമ്മുടെ ജീവിതവും മഹത്വപൂർണവും അനേകർക്ക് അനുഗ്രഹവുമായി ഭവിക്കും. അതിനായി നമുക്ക് സമർപ്പിതരാവാം. ചിലർ യേശുവിനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്കുക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. ചേവകർ അവനെ അടിച്ചും കൊണ്ട് കയ്യേറ്റു. ബൈബിൾ വചനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.